നോക്കൂ, ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഭീഷണിയുടെയും അതുപോലെ തന്നെ കൊട്ടേഷന്റെയും വരെ തലപ്പത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു വ്യക്തി കടന്നു വന്ന് പ്രാപ്തനായിട്ടുള്ള, അല്ലെങ്കിൽ കണ്ണൂർ മാത്രമല്ല കേരളത്തിൽ വലിയ തലപ്പൊക്കത്തോടുകൂടി എത്രയോ വർഷം പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വാക്ക് മാറ്റണമെങ്കിൽ, വാക്ക് മാറണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഭീഷണികൾ ഉണ്ടായിരിക്കാമെന്ന് ഞാൻ പറയുകയാണ്. അല്ലാതെ ഞങ്ങൾ ഡൽഹിയിലെ ചർച്ചകൾക്ക് ശേഷം ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ബാക്കി എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ പോലും ഒരു വിഷയം ഏറ്റെടുക്കുന്നത് 100% പഠിച്ച് പരിശോധിച്ചതിന് ശേഷമാണ്. അങ്ങനെ ഏറ്റെടുക്കുന്ന ഒരു വിഷയത്തിൽ അത് പരിപൂർണതയിൽ എത്തിയില്ല എങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അതായത് ബഹുമാനപ്പെട്ട സുധാകരൻ ഉൾപ്പെടെ എത്രയോ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അഖിലേന്ത്യാ തലത്തിൽ അവർ പല ചർച്ചകൾക്കും അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഇടനില വർത്തിച്ചിട്ടുള്ളത് ഞാനല്ല. അപ്പൊ കോൺഗ്രസിൽ അത്ര വലിയ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയായിട്ട് അഭിനയിക്കാനൊന്നും കോൺഗ്രസിലെ നേതാക്കന്മാരെ കൂടുതൽ തയ്യാറെടുപ്പ് നടത്തേണ്ട കാര്യമില്ല. രണ്ട് മുന്നണിക്കകത്തുമുള്ള ആളുകളും അവർക്ക് ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടും, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള തോന്നൽ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ അവരവരുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുകയും, കോൺഗ്രസിന് പിന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട്. കോൺഗ്രസിൽ നിന്ന് ഒരാൾ ബിജെപിയിലേക്ക് വരുന്നു എന്ന് കാണുന്ന സമയത്ത് കെ.സി. വേണുഗോപാലിന് അവർ പോയിക്കോട്ടെ എന്നുള്ള താല്പര്യമുണ്ടെങ്കിലും അതിലെ തലമുതിർന്ന ചില നേതാക്കന്മാരൊക്കെ ഇപ്പൊ ഖർഗേജിയൊക്കെ വന്നതിന് ശേഷം അവരൊക്കെ ഒരുമിച്ച് കൂടിയിരുന്നുകൊണ്ട് അതില് ഒരുപക്ഷെ ഗുലാം നബി ഉൾപ്പെടെയുള്ള ആളുകൾ, അവരുടെ സീനിയർ ആയിട്ടുള്ള കമൽനാഥ് പോലെയുള്ള ആളുകളൊക്കെ ചേർന്നിരുന്നുകൊണ്ട് പല ആളുകളെയും പുറത്തേക്ക് പറഞ്ഞയക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലും അതിനുള്ള അശ്രാന്ത പരിശ്രമമൊക്കെ അവരുടെ ഒരു ടീമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ടുണ്ട്. അപ്പൊ അത് കോൺഗ്രസിന് കാര്യങ്ങൾ മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളൂ. അവർക്കിപ്പം അവരറിഞ്ഞിട്ടാണോ? ഇപ്പൊ കേരളത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട പത്മജ നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് വന്നില്ലേ? ജോയിൻ ചെയ്യുന്നതിന്റെ എത്രയോ ദിവസം മുമ്പ് ഞങ്ങൾക്കറിയും. പക്ഷേ കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ അത് അത്ഭുതമായിരുന്നല്ലോ. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വരുന്നു. കാരണം നിലനിൽക്കാനുള്ള ഒരിടം, അത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടും കഴിവുണ്ടായിട്ടും അതിനൊരു പ്രതലമുണ്ടായിട്ടും വെച്ചുപുറപ്പിക്കില്ല എന്നുള്ള രീതിയിൽ കഴിവും പ്രാപ്തിയുമുള്ള കോൺഗ്രസിലെ നേതാക്കന്മാരുടെ പരിണിതപ്രജ്ഞതയെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രസ്ഥാനം തകർച്ചയുടെ വക്കീലാണ്. അത് ദേശീയ തലത്തിൽ തകർന്നു കഴിഞ്ഞു. മറ്റ് ചില കേസുകൾ, ഈ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള ഡീല് നടത്താൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നന്ദകുമാർ മുഖേന ബിജെപി നേതൃത്വമായിട്ട് എത്തിക്കാൻ ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത്. കോൺഗ്രസിലെ ഈ ആരോപണം ഉന്നയിക്കുന്ന ശ്രീമാൻ സുധാകരനല്ലേ അംശവടി തേടിപ്പോയത്? ഏതെല്ലാം തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളുമായും അധോലോക സംഘങ്ങളുമായും ഒക്കെ കൈ ചേർത്ത് പിടിക്കുകയും വാർദ്ധക്യപ്രായത്തിലെത്തി നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പല ആളുകളും കേരളത്തിൽ സുധാകരനെതിരെ അറ്റാക്ക് കുറയ്ക്കുകയാണ്. മനസ്സിലായില്ലേ? എന്തെല്ലാം തോന്നിവാസങ്ങളാണ് കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ ബിജെപി കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഒറ്റയടിക്ക് തീർക്കാമായിരുന്നല്ലോ? നോക്കൂ, അന്നല്ലേ ഞാൻ പറഞ്ഞു വരട്ടെ, അന്നല്ലേ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവര് മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ കപട വേഷം കെട്ടി ഞാൻ അഴിമതിക്കാർക്കെതിരെയാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷവും പിന്നീട് എടുത്ത നിലപാടെന്താണ്? അപ്പൊ കോൺഗ്രസ് പറയുന്നത് എന്താ? പിണറായി വിജയനെ പരാജയപ്പെടുത്തണമെന്നാണോ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസുകാരുടെ താല്പര്യമല്ല. അവർക്ക് ആ താല്പര്യമില്ല. ആ താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വരുമായിരുന്നു. നാവുകൊണ്ടുള്ള പ്രവൃത്തി മാത്രമേ ഉള്ളൂ. ശബരിമല വിഷയത്തില് ശബരിമലയിലെ അയ്യപ്പന്റെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു ഭാഗത്ത് എല്ലാ ദിവസവും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് വാചക കസർത്ത് നടത്തുന്നു. ഞങ്ങളൊക്കെ റോഡിൽ ഉണ്ണാതെ ഉറങ്ങാതെ തെരുവിൽ ഞങ്ങൾ അലയുന്നു. 10-11 ദിവസം ഭക്ഷണം കഴിക്കാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം കിടക്കുന്നു. 30-35 കേസുകളിൽ പെടുന്നു. ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത കോൺഗ്രസുകാർ ഇങ്ങനെ അഴിമതിക്കെതിരാണ് ഞങ്ങൾ ഇവിടെ സർവസ്വം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് വീമ്പളക്കുകയല്ലേ? എന്താണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ഇവിടെ ഈ മുഖ്യമന്ത്രിക്കെതിരെ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു നിലപാട് അവരെടുത്തിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്നിരിക്കുന്ന സീതാറാം യെച്ചൂരിയുമായിട്ട് ഇവിടെ രാഹുൽ ഗാന്ധി സംസാരിക്കില്ലേ? ഈ പോക്ക് കേരളത്തിൽ പോയാൽ പറ്റില്ല.
കേരളത്തിന്റെ മുഖ്യമന്ത്രി പോകുന്നത് കേരളത്തെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനെതിരെ ശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കണമെന്ന് പറയാൻ കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്ക് ബാധ്യതയില്ലേ? അപ്പൊ അതെങ്ങനെ സാധിക്കും? കാരണം CPIയുടെ രാജയും CPIMന്റെ സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഒന്നല്ലേ? നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ പോലും വിശ്വസിക്കുന്നില്ലല്ലോ. അവര് രണ്ടായി നിൽക്കുന്നു, രണ്ടായി കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യ മുന്നണിയുടെ ആളുകളാണ്. രാജസ്ഥാനിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അപ്രമാദിത്വം കൊടുക്കാൻ, ഒന്നുമല്ലാതായി പോയ പാർട്ടിക്ക് അപ്രമാദിത്വം കൊടുക്കാൻ KC വേണുഗോപാലല്ലേ പരിശ്രമിച്ചത്? KC വേണുഗോപാൽ ഒപ്പിട്ടിട്ടല്ലേ ഫയൽ നീക്കിയത്? അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇവിടെ മാത്രമാണ് രണ്ടായി നിൽക്കുന്നത്. അഖിലേന്ത്യാ തലത്തിൽ അവർ ഒന്നായി നിൽക്കുകയാണ്. വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലെ ഇവിടെ നടക്കാൻ പോകുന്ന രാഷ്ട്രീയത്തിന്റെ ആ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ ഒരു ഭാഗത്ത് NDA ഉണ്ടാകും, മറുഭാഗത്ത് പിണറായി വിജയനും VD സതീശനും സുധാകരനും ഒരുമിച്ച് കൈപ്പത്തി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്നത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും.